ഗുരുവായൂർ അമ്പലനടയിലെത്തുമ്പോൾ കണ്ണനോട് പറയാൻ കുറെ പരാതികളും പരിഭവങ്ങളും ഉണ്ടാകും അല്ലേ? ദുഃഖങ്ങളൊക്കെ കണ്ണനോട് പറയുമ്പോൾ എന്തേ എനിക്ക് മാത്രം ഇങ്ങനെ ദുഃഖങ്ങൾ തന്നത് കണ്ണാ എന്ന് ചോദിക്കാറുണ്ട്. എന്റെ ജീവിതം മാത്രം എന്തേ ഇങ്ങനെയൊക്കെ എന്ന് ചോദിച്ച് പരിഭവങ്ങളുടെ ഭാണ്ഡം തുറക്കുമ്പോൾ ഓർക്കുക, ഏറ്റവും വലിയ പ്രതിസന്ധി ഘട്ടങ്ങളിലൂടെ കടന്നുപോയ ആളാണ് കണ്ണൻ. ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധികളെയും പുഞ്ചിരിയോടെ നേരിട്ടയാൾ. ഒരിക്കലും ഭഗവാൻ ദുഃഖങ്ങളിൽ നിന്നും പിന്തിരിഞ്ഞോടിയില്ല. തോൽവികൾക്ക് മുന്നിൽ ഒളിച്ചിരുന്നില്ല. ഒരാളോടും തന്റെ ദുഃഖങ്ങളെക്കുറിച്ച് പരാതി പറഞ്ഞില്ല. ചുറ്റുമുള്ളവർക്ക് ആനന്ദം പകർന്നു നൽകി ജീവിതത്തെ സന്തോഷത്തോടെ നേരിട്ട ആളായിരുന്നു ഗുരുവായൂരപ്പൻ. ഭഗവാന്റെ ജീവിതം നമുക്കെല്ലാവർക്കും ഒരു പാഠമാകണം. ഭഗവാൻ ജീവിതത്തിലെ പ്രതിസന്ധികളെ നേരിട്ടത് എങ്ങനെയാണെന്ന് നമ്മളെല്ലാവരും പഠിക്കണം. തന്റെ 125 വർഷത്തെ ജീവിതത്തിലൂടെ എങ്ങനെയാണ് ഒരു മനുഷ്യ ജീവിതം ജീവിച്ചു തീർക്കേണ്ടത് എന്ന് ഭഗവാൻ നമുക്ക് ജീവിച്ച് കാണിച്ചു തരികയായിരുന്നു. ഭഗവാന്റെ ജീവിതം കഴിഞ്ഞ കാലഘട്ടത്തിലെ ആളുകൾക്കും ആധുനിക ലോകത്തിലെ ആളുകൾക്കും വരും കാലങ്ങളിൽ ഉള്ളവർക്കും ഒരു മാതൃകയാണ്. ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലുമുള്ള ആളുകൾക്ക് സന്തോഷവും പ്രചോദനവുമാണ് ഭഗവാന്റെ ജീവിതം. ഭഗവാന്റെ ജനനം ഒരു ജയിൽ മുറിക്കുള്ളിലായിരുന്നു. ജനിച്ച ഉടനെ സ്വന്തം മാതാപിതാക്കളിൽ നിന്നും അകന്നു പോകേണ്ടി വന്നു ഭഗവാന്. യശോദാമ്മയുടെ അടുത്തായിരുന്നു പിന്നീടുള്ള ജീവിതം. പക്ഷെ അവിടെ ബാലലീല കൊണ്ട് എല്ലാവരെയും സന്തോഷിപ്പിക്കുകയാണ് ഭഗവാൻ ചെയ്തത്. അച്ഛനമ്മമാരിൽ നിന്നും വേർപെട്ട് ജീവിക്കേണ്ടി വന്നിട്ടും ആ സങ്കടമൊന്നും ഭഗവാൻ ഒരിക്കലും ആരോടും കാണിച്ചില്ല. ഭഗവാനെ വധിക്കാനായി കംസൻ അയച്ച പൂതന ഉൾപ്പെടെയുള്ളവരെ ഭഗവാനെ കൊല്ലേണ്ടി വരുന്നു. കൗമാരത്തിൽ ഗോപസ്ത്രീകളുടെ ഏറ്റവും പ്രിയപ്പെട്ടവനായി കണ്ണൻ മാറുന്നു. ഗോപന്മാർക്കൊപ്പം സന്തോഷത്തോടുകൂടി അദ്ദേഹം ജീവിതം ചിലവിടുന്നു. സുദാമാവിന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരനായി മാറുന്നു. കുരുക്ഷേത്ര യുദ്ധഭൂമിയിൽ അർജുനന്റെ തേരാളിയായി മാറുന്നു. അർജുനന്റെ സാരഥിയായി മാറുന്നതിനോടൊപ്പം മനഃശാസ്ത്രപരമായി മനുഷ്യ ജീവിതത്തിന് വേണ്ടുന്ന ഉപദേശങ്ങളൊക്കെ അദ്ദേഹം നൽകുന്നുമുണ്ട്. ഗീതോപദേശത്തിലൂടെ ഭഗവാൻ അർജുനനെ മാത്രമല്ല നമ്മളെ എല്ലാവരെയും കൂടിയാണ് ഉപദേശിക്കുന്നത്. ഏറ്റവും നല്ല മകനും സഹോദരനും കാമുകനും ശിഷ്യനും സാരഥിയും യോദ്ധാവും ഗുരുവും ഗോപികമാരുടെ പ്രിയപ്പെട്ടവനും എല്ലാമായി ഭഗവാൻ മാറുന്നു. അഖിലാണ്ട കോടി ബ്രഹ്മാണ്ട നായകനായ ഭഗവാനാണ് ഗോപന്മാർക്കൊപ്പം കാലിയെ മേച്ച് നടന്നത്. ഒടുവിൽ അവരെല്ലാം ഉപേക്ഷിച്ച് മധുരയിലേക്ക് പോകേണ്ടി വന്നപ്പോഴും ഭഗവാൻ ആരോടും ഒരു പരാതിയും പരിഭവവും പറയുന്നില്ല. ഏറ്റവും പ്രിയപ്പെട്ട രാധയെ ഭഗവാന് പിരിഞ്ഞു ജീവിക്കേണ്ടി വന്നു. മധുരയിലെത്തി സ്വന്തം അമ്മാവനായ കംസനെ വധിക്കേണ്ടി വന്നു, ധർമ്മം പുനഃസ്ഥാപിക്കാൻ വേണ്ടി. പിന്നീട് കണ്ണൻ വൃന്ദാവനത്തിലേക്ക് തിരിച്ചെത്തിയതേയില്ല. വിശ്വം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ഭഗവാൻ ഒരു മടിയും കൂടാതെയാണ് അർജുനന്റെ സാരഥിയായി മാറിയത്. ഗീതോപദേശത്തിലൂടെ ഭഗവാൻ നമ്മെ പഠിപ്പിച്ചത് പ്രതിസന്ധികളിൽ എങ്ങനെ വിജയിക്കാം എന്ന പാഠമാണ്. സ്നേഹബന്ധങ്ങൾ എങ്ങനെയായിരിക്കണമെന്ന് ഭഗവാൻ തന്റെ ജീവിതത്തിലൂടെ നമ്മെ കാണിച്ചു തന്നു. എങ്ങനെയായിരിക്കണം ഒരു സൗഹൃദം കൊണ്ടുപോകേണ്ടത് എന്ന് സുദാമാവിന്റെ ചരിത്രത്തിലൂടെ ഭഗവാൻ നമ്മെ പഠിപ്പിച്ചു തന്നു. കുടുംബത്തിന്റെ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്ത് നടത്തേണ്ടത് എങ്ങനെയാണെന്ന് സ്വന്തം ജീവിതത്തിലൂടെ ഭഗവാൻ നമുക്ക് കാട്ടിത്തന്നു. ഏറ്റവും മികച്ച ഗൃഹസ്ഥനായി മാറിക്കൊണ്ട് അദ്ദേഹം തന്റെ കർമ്മങ്ങളൊക്കെ ഭംഗിയായി നിറവേറ്റി. ഒരിക്കലും ഭഗവാന്റെ മുഖത്ത് ഒരു ദുഃഖഭാവവും നിഴലിച്ചില്ല. എപ്പോഴും മുഖത്ത് ഒരു പുഞ്ചിരി സൂക്ഷിച്ചു. പുഞ്ചിരിയോടുകൂടി ജനിച്ചു, പുഞ്ചിരിയോടുകൂടി ജീവിച്ചു, പുഞ്ചിരിയോടുകൂടി തന്നെ മരിച്ചു. തന്റെ ജീവിതത്തിൽ എപ്പോഴും ചുറ്റുമുള്ളവർക്ക് ആനന്ദം പകർന്നു നൽകാനാണ് ഭഗവാൻ ശ്രമിച്ചത്. യശോദാമ്മയുടെ പ്രിയപ്പെട്ട മകനും ബലരാമന്റെ പ്രിയപ്പെട്ട സഹോദരനുമായി ബാല്യകാലത്ത് കുസൃതി കാട്ടി എല്ലാവരെയും സന്തോഷിപ്പിച്ചു. കൗമാരത്തിൽ ഏറ്റവും നല്ല കാമുകനായി മാറി. യൗവനത്തിൽ ഏറ്റവും വലിയ ഗൃഹസ്ഥനായി മാറി. ഒരുപാട് ദുഃഖങ്ങളിലൂടെ കടന്നുപോയിട്ടും അതിനെക്കുറിച്ച് ഒരിക്കൽ പോലും സംസാരിക്കാതെ, ഒരിക്കൽ പോലും ആരോടും പറയാതെ
ചുറ്റുമുള്ളവർക്ക് എപ്പോഴും പരമാനന്ദ രസം പകർന്നു നൽകുന്നതിലായിരുന്നു അദ്ദേഹത്തിന് താല്പര്യം. സുഖവും ദുഃഖവും ജീവിതത്തിന്റെ ഭാഗമാണ്. നമ്മുടെ കർമ്മം നമ്മൾ ഭംഗിയായി നിറവേറ്റുക എന്നതാണ് പ്രധാനം എന്ന വലിയ പാഠം ഭഗവാൻ തന്റെ ജീവിതത്തിലൂടെ നമ്മെ പഠിപ്പിച്ചു. എന്താണ് മനുഷ്യജീവിതം? അത് എങ്ങനെയാണ് ജീവിച്ചു തീർക്കേണ്ടത്? എങ്ങനെയാണ് പ്രതിസന്ധികളെ തരണം ചെയ്യേണ്ടത് എന്നൊക്കെ നമ്മൾ ഭഗവാന്റെ ജീവിതം നോക്കി പഠിക്കണം. ഗുരുവായൂരപ്പനോട് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് എല്ലാ പ്രതിസന്ധികളും തരണം ചെയ്യാനുള്ള ഒരു ശക്തിയും കഴിവും നമുക്ക് തരണേ എന്നാണ്. ദുഃഖങ്ങളെയൊക്കെ പുഞ്ചിരിയോടെ നേരിടാനുള്ള ശക്തി തരണേ ഭഗവാനെ എന്നാണ്. എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം.